الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. സ്നേഹം നിറഞ്ഞ പണ്ഡിതന്മാരെ, സഹോദരന്മാരെ, സഹോദരികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നാം ഉസൂലുൽ ഹദീസിൻ്റെ ദർസിൽ ഒത്തുകൂടിയിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നാഫിആയ ഇൽമ് പഠിക്കുവാനും അതനുസരിച്ച് അമല് ചെയ്യുവാനും ദഅവത്ത് നടത്തുവാനും അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. സഹോദരന്മാരെ, സഹോദരികളെ, നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം ഇനി ഏതാനും ക്ലാസ്സുകളിലൂടെ പൂർത്തീകരിക്കുന്നതാണ്. അഥവാ ഹദീസ് നിദാന ശാസ്ത്രം, മുസ്തലഹുൽ ഹദീസ്, ഖവാഇദുൽ ഹദീസ്, ഉസൂലുൽ ഹദീസ് എന്ന പേരുകളിൽ പണ്ഡിതന്മാർ പരിചയപ്പെടുത്തിയ ശാസ്ത്രമാണ്. അതായത് സഹീഹ ഹദീസ്, വഈഫായ ഹദീസ് തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെ, എങ്ങനെയാണ് ഹദീസിൻ്റെ ദുർബലത നാം മനസ്സിലാക്കുക, പരമ്പരകളുമായി എങ്ങനെയാണ് നാം ബന്ധപ്പെടുക, എങ്ങനെയാണ് പരമ്പരകൾ കൈകാര്യം ചെയ്യുക എന്നിങ്ങനെയുള്ള വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ശാസ്ത്രമാണ് മുസ്തലഹുൽ ഹദീസ്. ഈ വിഷയത്തിൽ ഏറ്റവും എളുപ്പമുള്ള ലഘുവായ ഒരു കൃതിയാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാമ ബൈഖൂനി റഹിമഹുല്ല ചിട്ടപ്പെടുത്തിയ ഏതാനും ചില വരികൾ മാത്രം. ഈ വരികളിലൂടെ നാം ഉസൂൽ ഹദീസിലെ പ്രധാനപ്പെട്ട അടിസ്ഥാന നിയമങ്ങൾ പഠിക്കുന്നു. കാരണം നമ്മുടെ രണ്ടാം പ്രമാണമായ സുന്ന ഹദീസ് പ്രമാണമാകണമെങ്കിൽ അത് സഹീഹായിരിക്കണം. വഈഫായ ഹദീസ്, ഹലാല് ഹറാമ്, അതേപോലെ നമ്മുടെ വിശ്വാസ കാര്യങ്ങളിൽ പ്രമാണമാണെന്ന് ഒരു പണ്ഡിതനും പറയുന്നില്ല. തർക്കമേതിലാണ്? അതായത് സ്ഥിരപ്പെട്ട അമലുകളുടെ ശ്രേഷ്ഠതകൾ ദുർബലമായ ഹദീസുകൾ കൊണ്ട് നമുക്ക് അമൽ ചെയ്യാൻ പറ്റുമോ എന്ന വിഷയത്തിൽ തർക്കമുണ്ട്. അതിനാണ് ഫദായിലുൽ അമാൽ എന്ന് പറയാം. അതായത് അമലുകളുടെ ശ്രേഷ്ഠത പറയുവാൻ വേണ്ടി ദുർബലമായ ഹദീസുകൾ ഉപയോഗപ്പെടുത്താൻ പറ്റുമോ? പല പണ്ഡിതന്മാരും പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനും കണിശമായ നിയമങ്ങൾ വെച്ചിട്ടുണ്ട്. പറ്റുമെന്ന് പറഞ്ഞ പണ്ഡിതന്മാർ തന്നെ കണിശമായ നിയമങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്നെന്താണ്? ഒന്ന്, ശക്തമായ ദുർബലത ആകാൻ പാടില്ല, ശദീദുൽ ളഅഫ് ആകാൻ പാടില്ല. കഠിനമായ ദുർബലതയുള്ള പരമ്പരയാണെങ്കിൽ പ്രമാണമാകുകയില്ല. അതേപോലെ തന്നെ അത് സുന്നത്താണെന്ന് കരുതാൻ പാടില്ല. അതായത് സ്ഥിരപ്പെട്ട അമലാണ്, സ്ഥിരപ്പെട്ട സുന്നത്താണെന്ന് കരുതാൻ പാടില്ല. അപ്പം ഇങ്ങനെയുള്ള കണിശമായ നിയമങ്ങൾ ഈ ദുർബലമായ ഹദീസുകൾ ഉപയോഗപ്പെടുത്തുന്നവർ പാലിക്കാറില്ല. അതാണ് വാസ്തവം. അപ്പോൾ പലപ്പോഴും ഇതിൻ്റെ പേരും പറഞ്ഞ്, അതായത് ഫദായിലുൽ അമാലിൽ ദുർബലമായ ഹദീസ് പറ്റുമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വ്യാജ ഹദീസുകളും കെട്ടുകഥകളും ദീനിൻ്റെ പേരിൽ പ്രമാണമാക്കുന്നു. ഇപ്പോൾ നമുക്കറിയാം, റബീഉൽ അവ്വൽ മാസത്തിലാണ് നാം ഇപ്പോൾ. എത്രയോ വ്യാജ ഹദീസുകൾ മാത്രമല്ല, അതായത് ഒരു അടിസ്ഥാനവുമില്ലാത്ത ഹദീസുകളുണ്ട്. ഈ വ്യാജ ഹദീസുകൾക്കാണ് അറബിയിൽ മൗദൂ എന്ന് പറയുക. ഹദീസുൻ മൗദൂ എന്ന് പറയുന്ന അർത്ഥം എന്താണ്? വ്യാജ ഹദീസ്. ഈ വ്യാജ ഹദീസിന് എന്തുണ്ടാവും? പരമ്പരയുണ്ടാവും. എങ്ങനെ മനസ്സിലാക്കുക? പരമ്പരയിൽ വ്യാജ ഹദീസുകൾ ഉദ്ധരിക്കുന്ന റാവി ഉണ്ടെങ്കിൽ ആ ഹദീസ് എന്താണ്? മൗദൂ ആണ്. അതായത് ആ ഹദീസ് ഈ വദ്ദഅയ ഈ ഹദീസ് ഉദ്ധരിക്കുന്ന ഈ റാവിയിലൂടെ മാത്രം ഉദ്ധരിക്കപ്പെട്ടതാണെങ്കിൽ അതെന്താണ്? മൗദൂ ആയ ഹദീസാണ്. അപ്പോൾ അതിന് പല ഉദാഹരണങ്ങളുമുണ്ട്. ഇപ്പം ഉത്ലുബുൽ ഇൽമ വലൗ ബിസ്സി, നിങ്ങൾ ചൈനയിൽ പോയിട്ടെങ്കിലും ഇൽമ പഠിക്കുക എന്നത് പല പ്രാസംഗികന്മാരും ആവർത്തിച്ച് പറയാറുള്ള ഒരു ഹദീസാണ്. അതെന്താണ്? മൗദൂ ആയ ഹദീസാണ്. അതേപോലെ തന്നെ ധാരാളം ഈ ഖുർആൻ അധ്യായങ്ങൾ സംബന്ധിച്ച്
സൂറത്തുകളുമായി ബന്ധപ്പെട്ട ധാരാളം വ്യാജ ഹദീസുകളുണ്ട്. ഇതൊക്കെ പണ്ഡിതന്മാർ ഗ്രന്ഥങ്ങളിൽ വ്യാജ ഹദീസുകൾ എന്ന തലക്കെട്ടിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഒരു സഹോദരനെ രാവിലെ വിളിച്ചു, ഉസ്താദെ ഒരു ഹദീസ് പറയുന്നുണ്ട്, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളും മൗലിദ് ആഘോഷിച്ചിട്ടുണ്ട്, വെറും മദ്ഹ് മാത്രമല്ല നബിയുടെ ജന്മദിനം ആഘോഷിച്ചിട്ടുണ്ട് എന്നൊരു ഹദീസ് എന്നിട്ട് ഒരു മുസ്ലിയാരുടെ ക്ലിപ്പ് അയച്ചു തന്നു. അപ്പോൾ എന്താ വാസ്തവം? അതിൻ്റെ നിജസ്ഥിതി എന്ന് പറഞ്ഞാൽ, അതായത് ആമിറുൽ അൻസാരി റളിയല്ലാഹു അൻഹു എന്ന സഹാബിയുടെ അടുക്കിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിയപ്പോൾ വഖാഇഉ വിലാദത്തിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ജന്മദിനത്തിൽ നടന്ന അത്ഭുതകരമായ സംഭവങ്ങൾ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ വിശദീകരിക്കുകയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പുകഴ്ത്തി പറയുകയും ഇങ്ങനെ വല്ലവനും ചെയ്തു കഴിഞ്ഞാൽ അവൻ രക്ഷപ്പെട്ടു എന്ന് വരെ പറഞ്ഞു അത്രേ. എന്നിട്ടൊരു കിതാബിൻ്റെ പേരും പറയുന്നുണ്ട്. എന്താണ്? അത്തൻവീർ ഫി മൗലിദി സിറാജിൽ മുനീർ എന്നൊരു ഗ്രന്ഥം, അബുൽ ഖത്താബ് ഇബ്നു ദിഹ്യ എന്നൊരു പണ്ഡിതൻ എഴുതിയ ഗ്രന്ഥമാണ്. അഥവാ മൗലിദിൻ്റെ വിഷയത്തിൽ ആദ്യമായി ഹിജ്റ 6-ാം നൂറ്റാണ്ടിലാണ് ആദ്യമായി ഒരു ഗ്രന്ഥം എഴുതപ്പെടുന്നത്. ഈ അബുൽ ഖത്താബ് ഇബ്നു ദിഹ്യ അദ്ദേഹം പണ്ഡിതനാണ്. പക്ഷെ അദ്ദേഹം പല സംഗതികളും, അതായത് യദ്കുറു അഷ്യാ ലാ ഹഖീഖത ലഹ, അതായത് യാഥാർത്ഥ്യം ഇല്ലാത്ത സത്യസന്ധമല്ലാത്ത പല സംഗതികളും അദ്ദേഹം ഉണ്ട് എന്ന് പറയാറുണ്ട് എന്ന് പണ്ഡിതന്മാർ ഇയാളെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ പല സംഗതികളും അദ്ദേഹം കേട്ടിട്ടുണ്ട് എന്ന് പറയും, പക്ഷെ കേട്ടിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള ന്യൂനതകളൊക്കെ പണ്ഡിതന്മാർ പറഞ്ഞ ഒരു പണ്ഡിതൻ ഉദ്ധരിച്ച റിപ്പോർട്ടാണ്. ശരി, ഇനിയിപ്പം ഇയാൾ 6-ാം നൂറ്റാണ്ടുകാരനാണ്, ഈ ഒരു ഹദീസിൻ്റെ ഒരു പരമ്പര പോലുമുണ്ടോ? അപ്പോൾ സഹോദരന്മാരെ, ഈ വിഷയത്തിൽ നോക്കൂ നിങ്ങൾ, ഹദീസിൻ്റെ ആ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലാ അസ്റ ലഹു എന്നാണ് പണ്ഡിതൻ പറയുക. ലാ അസ്റ എന്ന അർത്ഥം പരമ്പര പോലും ഇല്ല. വ്യാജ ഹദീസുകളെക്കാളും അപകടം പിടിച്ചത് ലാ അസ്റ ലഹു, പരമ്പര പോലുമില്ല പരിശോധിക്കാൻ. അതേപോലെ തന്നെ നോക്കൂ നിങ്ങൾ, ഈ തുർക്കിയിൽ നിന്ന് അച്ചടിക്കപ്പെട്ട ഒരു ഗ്രന്ഥമാണ് പിൽക്കാലങ്ങളിൽ അൻ-നിഅമത്തുൽ കുബ്ര എന്ന ഗ്രന്ഥം. അതായത് ഇബ്നു ഹജർ ഹൈതമി എന്ന പണ്ഡിതൻ ഷാഫിഈ മദ്ഹബിലെ പ്രഗത്ഭനായ പണ്ഡിതനാണ്. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥമാണ് അൻ-നിഅമത്തുൽ കുബ്ര. അതിന് പല പതിപ്പുകളുമുണ്ട്. തുർക്കിയിൽ നിന്ന് അച്ചടിക്കപ്പെട്ട പതിപ്പിന് തുടക്കത്തിൽ അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഇബ്നുൽ ഖത്താബ്, അതേപോലെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ പോലെയുള്ള സഹാബികൾ മൗലിദ് ആഘോഷിക്കുവാനും മൗലിദിൻ്റെ പേരിൽ പണം ചെലവാക്കാനും ഭക്ഷണം കൊടുക്കുവാനും അങ്ങനെ ചെയ്താൽ വലിയ പുണ്യമുണ്ട് എന്നറിയിക്കുന്ന വ്യാജ റിപ്പോർട്ടുകൾ. ഇപ്പോൾ പലപ്പോഴും ഈ വാട്സാപ്പ് ഗ്രൂപ്പുകളിലൂടെ സാധാരണക്കാരുടെ മുന്നിൽ ഇങ്ങനെയുള്ള ഒരു ദിർഹം വല്ലവനും മൗലിദിൻ്റെ പേരിൽ ചിലവാക്കി കഴിഞ്ഞാൽ ഇത്ര പ്രതിഫലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ അറബിയിലും മലയാളത്തിലും എഴുതിക്കൊണ്ട് ഇങ്ങനെ വിടുന്നു. പാവപ്പെട്ട ജനങ്ങൾ ഇതൊക്കെ വിശ്വസിക്കുന്നു. കാരണം ഇത് ഉസ്താദുമാർ പ്രചരിപ്പിക്കുന്നതല്ലേ, സത്യമായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇതിന് ഒരു അടിസ്ഥാനമില്ല. ഇബ്നു ഹജർ ഹൈതമി പോലും അറിയില്ല. അപ്പോൾ എന്താണ് ഇബ്നു ഹജർ ഹൈതമിയുടെ അൻ-നിഅമത്തുൽ കുബ്ര എന്ന ഗ്രന്ഥത്തിൻ്റെ യഥാർത്ഥ കോപ്പി വേറെയുണ്ട്. അതിലൊന്നും ഈ റിപ്പോർട്ടുകൾ കാണൂല. അപ്പോൾ ഇത് കടത്തിക്കൂട്ടിയതാണ് ഇവർ. കാരണം ഒരു വേളയിൽ ഈ ഉസ്മാനി ഖിലാഫത്തിൻ്റെ അവസാന കാലഘട്ടങ്ങളിൽ പ്രത്യേകിച്ച് സൂഫി തരീഖത്തിൻ്റെ മത്സരമായിരുന്നു. സൂഫി തരീഖത്തുകൾ ഏറ്റവും കൂടുതൽ വ്യാപകമാകുകയും പ്രോത്സാഹിപ്പിക്കപ്പെടുകയും അതും രാഷ്ട്രത്തിൽ ഔദ്യോഗികമായിട്ട് പ്രോത്സാഹിപ്പിക്കപ്പെടുകയും ചെയ്യുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ ആയിരക്കണക്കിന് തരീഖത്തുകൾ ഈജിപ്തിലും മറ്റു രാജ്യങ്ങളിലൊക്കെ. അപ്പോൾ അവരൊക്കെ ശരിക്കും ഇതിൻ്റെ പേരിൽ ഗ്രന്ഥങ്ങളിൽ കടത്തിക്കൂട്ടിയ സംഭവങ്ങളുമുണ്ട്. അങ്ങനെ സംഭവിച്ചതാണിത്. അപ്പം ഇതൊക്കെ ശരിക്ക് പരിശോധിച്ച് മനസ്സിലാക്കിയ അല്പം അന്തമുള്ള ചില ഉസ്താദന്മാരും അവരിൽപ്പെട്ട പറയും ഇത് ഈ ഗ്രന്ഥം ശരിയല്ല, അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തിൽ ഇത് ചേർക്കപ്പെട്ടതാണെന്നൊക്കെ സമ്മതിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഏതായാലും പറഞ്ഞു വരുന്നത് ഹദീസിനിദാന ശാസ്ത്രം സഹോദരന്മാരെ വളരെ പ്രധാനപ്പെട്ട ഇൽമാണ്. കാരണം ഇത് ശരിക്കും നമ്മുടെ ഹദീസ് എന്ന 2-ാം പ്രമാണത്തിനുള്ള പ്രതിരോധമാണ്. ദിഫാ ആണിത്. അപ്പോൾ നമ്മളിത് പഠിച്ചിട്ടില്ലെങ്കിൽ ദീനിൻ്റെ പേരിൽ ധാരാളം, കാരണം ഖുർആനിൽ ആർക്കും കടത്തിക്കൂട്ടാൻ പറ്റില്ല. പക്ഷേ ഹദീസിൻ്റെ പേരും പറഞ്ഞിട്ടാണ് പലരും ആൾക്കാരെ ചൂഷണം ചെയ്യാറുള്ളത്. എത്രയോ ചൂഷണങ്ങൾ നടക്കുന്നുണ്ട്.
അപ്പം പല വ്യാജ ഹദീസുകളുമുണ്ട്, അസ്ലില്ലാത്ത. ഇപ്പം നോക്കൂ, നിങ്ങളിപ്പോൾ പറഞ്ഞല്ലോ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മൗലിദ് ആഘോഷിച്ചു, ആമിൽ അൻസാർ റളിയല്ലാഹു അൻഹു അടുക്കിലേക്ക് റസൂൽ പോയി. ഇത് ആ ഒരു ഗ്രന്ഥത്തിൽ മാത്രമാണ് വന്നിട്ടുള്ളത്. ഏത്? ഈ അത്തൻവീർ എന്ന ഗ്രന്ഥത്തിൽ. അതിനും എന്തില്ല? പരമ്പരയില്ല. അതായത് യാഥാർത്ഥ്യങ്ങൾക്ക് വിരുദ്ധമായ, വസ്തുത വിരുദ്ധമായ ഉദ്ധരണികൾ ഉദ്ധരിക്കുന്ന ഒരു പണ്ഡിതനാണ് അബുൽ ഖത്താബ് ഇബ്നു ദിഹ്യ എന്ന് പണ്ഡിതനെ ഇയാളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഇമാമിങ്ങൾ. ഇമാം ദഹബിയുടെ ഈ സിയറു അലാമിൻ നുബലൊക്കെ പരിശോധിച്ചാൽ മനസ്സിലാവും. അപ്പോൾ വിഷയം വളരെ ഗൗരവപ്പെട്ടതാണ്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും പ്രത്യേകിച്ച് ദാഇമാർ ഹദീസ് ശാസ്ത്രത്തിൻ്റെ ഉസൂലുകൾ പഠിച്ചിരിക്കേണ്ടതുണ്ട്. എന്താണ് ദഈഫ്, എന്താണ് സഹീഹ്, ഒരു ഹദീസ് ദഈഫാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്, അതിന് ചില ഉദാഹരണങ്ങൾ, ചില ന്യായങ്ങളൊക്കെയുണ്ട്. നമ്മളിപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത് പല വിഷയങ്ങളും അൽഹംദുലില്ലാഹ് അവസാനത്തെ ക്ലാസ്സുകളിൽ എടുത്തു. അതിൽ പ്രധാനപ്പെട്ട ഒരു വിഷയമായിരുന്നു ഇല്ലത്ത്. അതായത് ഹദീസിൻ്റെ പരമ്പരയിലോ അല്ലെങ്കിൽ മത്നിലോ ഉള്ള ഇല്ലത്തുകൾ. ഇല്ലത്ത് പറഞ്ഞാൽ അതായത് സൂക്ഷ്മമായ ന്യൂനതകൾ. അല്ലാമ ബൈഖൂനി റഹ്മഹുല്ലാഹ് പറഞ്ഞു, വമാ ബിഇല്ലത്തിൻ ഗുമൂദിൻ ഔ ഖഫ മുഅല്ലലുൻ ഇൻദഹുമു ഖദ് ഉരിഫ. അതായത് വമാ ബിഇല്ലത്തിൻ ഗുമൂദിൻ ഔ ഖഫ മുഅല്ലലുൻ ഇൻദഹുമു ഖദ് ഉരിഫ. അതായത് ഗോപ്യമായ അവ്യക്തമായ ന്യൂനതകളുള്ള ഹദീസുകൾക്ക് എന്ത് പറയും? മുഅല്ലൽ എന്ന് പറയും. അതായത് ഇല്ലത്തുള്ള ഹദീസ് അല്ലെങ്കിൽ പരമ്പര എന്താ പറയുക? മുഅല്ലൽ അല്ലെങ്കിൽ ഹദീസുൻ മഅലൂൽ എന്ന് പറയും. ഇല്ലത്തുള്ള ഹദീസാണെന്ന്. അതിൻ്റെ അർത്ഥം എന്താണ്? പണ്ഡിതന്മാർക്ക് മാത്രം മനസ്സിലാക്കാൻ പറ്റുന്ന ഇല്ലത്തുകളായിരിക്കും. എന്നാൽ പ്രത്യക്ഷത്തിൽ പ്രകടമായ ദുർബലതയുള്ള ഹദീസുകളെ സംബന്ധിച്ച് അങ്ങനെ പറയണമെന്നില്ല. ഇതാണ് ഗുമൂദുൻ ഔ ഖഫ എന്ന് പറഞ്ഞാൽ, അതായത് മറഞ്ഞ ന്യൂനതകൾ പ്രത്യേകിച്ച് നമുക്ക് കാണാൻ പറ്റില്ല. ഒരു പക്ഷേ ബാഹ്യമായി നോക്കുകയാണെങ്കിൽ എന്തായിരിക്കും? അതായത് സഹിഹായ പരമ്പരയായിരിക്കും. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ സൂക്ഷ്മമായൊരു ഖാഇദ പഠിപ്പിക്കുന്നുണ്ട്. പലപ്പോഴും ഈ ബിദ്അത്തിൻ്റെ ആൾക്കാർക്ക് അത് മനസ്സിലായിട്ടില്ല. എന്താണത്? അതായത് ഹാദാ ഇസ്നാദുൻ സഹീഹ് എന്ന് പറയുന്നതും ഹദീസുൻ സഹീഹ് എന്ന് പറയുന്നത് രണ്ടും രണ്ടാണ്. ഹദീസിൻ്റെ ബാഹ്യമായ പരമ്പര ഒരു പക്ഷേ സഹീഹായിരിക്കും. അതായത് അതിൻ്റെ അർത്ഥം എന്താണ്? അതായത് റിപ്പോർട്ടർമാരൊക്കെ വിശ്വാസയോഗ്യരായിരിക്കും ബാഹ്യമായിട്ട്. പക്ഷെ അതിലെന്തുണ്ടാകും? സൂക്ഷ്മമായ ഇല്ലത്തുണ്ടാവും. എന്താ പറയുക? ഇല്ലത്തുൻ ഖഫിയ്യ. എന്താണ്? ഇല്ലത്തുൻ ഖഫിയ്യ തഖ്ദഹു ഫിൽ ഹദീസ്. ഹദീസിനെ കാര്യമായി ബാധിക്കുന്ന, അതായത് മറഞ്ഞ ന്യൂനതയുണ്ടാകും. അതിനാണ് ഇല്ലത്തുൻ ഖഫിയ്യ എന്ന് പറയാം. അൽ മുഅല്ലലു ബിഫത്ഹിൽ ലാമിൽ മുശദ്ദദ, ലാമിന് ഫത്ഹാണ് കൊടുക്കേണ്ടത്. ഹുവൽ ഹദീസുൽ ലദി ഇത്തബഹ അന്ന ഫി സനദിഹി ഔ മത്നിഹി ഇല്ലതൻ തഖ്ദഹു ഫി സിഹ്ഹതിഹി മഅ അന്ന അൽ-ളാഹിറ അൽ-ഖുലൂ മിൻഹാ. ഇതാണ് മുഅല്ലലിൻ്റെ നിർവചനം. എന്താ അതിൻ്റെ അർത്ഥം? അതായത് ഒരു ഹദീസിൻ്റെ പരമ്പരയിലോ, എന്താ മത്നിലാണ് ടെക്സ്റ്റിലോ മത്നിലോ ഹദീസിൻ്റെ സിഹത്തിനെ ബാധിക്കുന്ന ഇല്ലത്തുണ്ടായ ഹദീസിനാണ് എന്ത് പറയുക? മുഅല്ലൽ എന്ന് പറയുക. മഅ അന്ന അൽ-ളാഹിറ അൽ-ഖുലൂ മിൻഹാ. എന്നാൽ പ്രത്യക്ഷത്തിൽ അതിൽ നിന്ന് വിമുക്തമാണ് എന്നാണ് തോന്നുക. മഅ അന്ന അൽ-ളാഹിറ എന്നാൽ എന്താണ്? പ്രകടമായിട്ട് എന്താണ്? അൽ-ഖുലൂ മിൻഹാ, ആ ഇല്ലത്ത് ഇല്ല എന്നാണ് പ്രത്യക്ഷത്തിൽ. വഖദ് അദ്ദൽ ഹാക്കിമു ഫി മഅരിഫത്തി ഉലൂമിൽ ഹദീസ്. ഇമാം ഹാക്കിം മഅരിഫത്തു ഉലൂമിൽ ഹദീസ് എന്ന ഗ്രന്ഥത്തിൽ 10 ഇല്ലത്തുകൾ, അതായത് ഇല്ലത്തിൻ്റെ വ്യത്യസ്ത ഇനങ്ങൾ 10 ഇനങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട്. എന്നതിന് ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞു അതിൻ്റെ അവസാനത്തിൽ ഫഖദ് ദക്കർനാ ഇലൽ ഹദീസ് അലാ 10 അജ്നാസി മിനൽ ഇലൽ. 10 ഇല്ലത്തുകൾ, വർഗങ്ങൾ, ഇനങ്ങൾ നാം ഉദ്ധരിച്ചിട്ടുണ്ട്. വ ബഖിയത് അജ്നാസുൻ ലം നദ്കുർഹ. നാം ഉദ്ധരിക്കാത്ത വേറെയും ഇനങ്ങളുണ്ട്. അവയിൽ പ്രധാനപ്പെട്ട 10 ഇനങ്ങളാണ് നാം ഉദ്ധരിച്ചത്. എന്നിട്ട് ഷെയ്ഖ് പറയുന്നു, അതാണ് ഷെയ്ഖ് പറഞ്ഞാൽ, അതായത് ഷെയ്ഖ് ഈ തഅലീഖാത്തുൽ അസരിയ എന്ന ഗ്രന്ഥത്തിൻ്റെ മുസന്നിഫായ ഷെയ്ഖ് അലി ഹസൻ അൽ ഹലബി റഹ്മഹുല്ലാഹ്, ഷെയ്ഖ് അൽബാനിയുടെ ശിഷ്യന്മാരിൽ പ്രമുഖനായ ശിഷ്യനാണ്.
അതായത് ഇതിപ്പോൾ ഈ ഗ്രന്ഥം എഴുതിയത് എത്രാമത്തെ വയസ്സേ അറിയോ ഏകദേശം? അത് അത്ഭുതമാണ് മനസ്സിലാക്കുക, നമുക്കൊക്കെ ഒരു പാടാണത്. അതായത് 21-22 വയസ്സുള്ള സമയത്താണ് ഷെയ്ഖ് അലിൽ ഹലബി ഈ ഒരു ഷർഹ് എഴുതിയത്. അതായത് ഹിജ്റ 1400 ഏകദേശം 2. അപ്പോൾ അദ്ദേഹത്തെ ആ സമയത്ത് ചെറിയ പ്രായമാണ്. അപ്പോൾ ഇത് ഇത്രയും നമുക്ക് വളരെ വിശദമായ വിശദീകരണവും പണ്ഡിതോചിതമായ വിശദീകരണവും അതേപോലെ എത്രയോ റഫറൻസുകൾ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ 22, അപ്പോൾ ഷെയ്ഖ് അൽബാനിൻ്റെ അടുക്കിന് പഠിക്കാൻ തുടങ്ങിയത് എത്രാമത്തെ പ്രായത്തിലായിരിക്കും? അപ്പോൾ എത്രാമത്തെ പ്രായത്തിലാണ് ഈ ഗ്രന്ഥം എഴുതിയത്? ഇതൊക്കെ ശരിക്കും നമുക്കൊരു പാഠമാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഷെയ്ഖ് പറയാണ്, സുമ്മ ഇന്നി ആസർതു അല്ല അസ്കുറ ഇല്ല മുഅല്ലൽ സനദി വമിസാലഹു വമുഅല്ലൽ മത്നി വമിസാലഹു. അതായത് മത്നിലും സനദിലുമുള്ള ഓരോന്നിനും ഓരോ ഉദാഹരണം പറഞ്ഞിട്ട് ഞാൻ അതിന് മതിയാക്കുന്നതാണ്, അമിതമായി പറയുന്നില്ല. കാരണം തുടക്കക്കാർക്കുള്ള ഗ്രന്ഥമാണല്ലോ, അപ്പോൾ അവർക്ക് അനുയോജ്യമായ ഒരു രീതിയാണ് നാം സ്വീകരിച്ചിട്ടുള്ളത്. വഹിർസൻ അല തൈസീരി വത്തസ്ഹീൽ, അതായത് കാര്യങ്ങൾ എളുപ്പമാകാനും. ഫായിദ, ഒരു ഫായിദ പറയാണ്, അത്തരീഖു ഇലാ മഅരിഫത്തിൽ മുഅല്ലൽ, അതായത് ന്യൂനതയുള്ള ഹദീസുകളെ എങ്ങനെയാണ് തിരിച്ചറിയുക? അതായത് ഒരു ഹദീസിൻ്റെ പരമ്പരയിലോ മത്നിലോ ന്യൂനതയുണ്ട് എന്ന് എങ്ങനെ പെട്ടെന്ന് മനസ്സിലാകുക? ഹുവ ജംഉ തുറുഖിൽ ഹദീസ് വന്നദറു ഫി ഇഖ്തിലാഫി റുവാതിഹി വൽമുവാസനതു ബൈന ദബ്തിഹിം വഇത്ഖാനിഹിം. അതായത് ഹദീസിൻ്റെ വ്യത്യസ്ത പരമ്പരകൾ ശേഖരിക്കുക, ഇതാണ് അതിനുള്ള പരിഹാരം. അതായത് ഒരു ഹദീസിന് പല പരമ്പരകളും ഉണ്ടാവും. ഈ പരമ്പരകൾ ഒരുമിച്ച് കൂട്ടുമ്പോഴാണ് ഇത് ഒറ്റപ്പെട്ട പരമ്പരയാണല്ലോ, ഈ പരമ്പരയിൽ അമിതമായൊരു പദം വന്നിട്ടുണ്ടല്ലോ, എന്നാൽ മറ്റു 9 പരമ്പരകളിലും എന്തില്ല, ഈ പദം അമിതമായി വന്നിട്ടില്ല. അപ്പോൾ ആ ഇല്ലത്ത് ബോധ്യപ്പെടും. അപ്പോൾ ഈ ഒരു റാവി കാരണമാണ് ഇത് അമിതമായി വന്നിട്ടുള്ളത്. ഇങ്ങനെയും ഇത്രയും സൂക്ഷ്മമായിട്ടാണ് പണ്ഡിതന്മാർ ഇല്ലത്തുകൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ എന്താണ് ഹുവ ജംഉ, അതിൻ്റെ പരിഹാരം എന്താണ്? എങ്ങനെയാണ് ഇല്ലത്ത് മുഅല്ലലായ ഹദീസിൻ്റെ തിരിച്ചറിയാനുള്ള മാർഗം എന്താണ്? ജംഉ തുറുഖിൽ ഹദീസ്, ഹദീസിന് വ്യത്യസ്ത പരമ്പരകൾ ശേഖരിക്കുക, ഒരുമിച്ച് കൂട്ടുക. വന്നദറു ഫി ഇഖ്തിലാഫി റുവാതിഹി, റാവിമാർക്കുള്ള ഇടയിലുള്ള വ്യത്യാസങ്ങൾ നാം പരിശോധിക്കുക. നദർ നടന്നാണ് നോക്കുക, പരിശോധിക്കുക. വൽ മുവാസനതു ബൈന ദബ്തിഹിം വഇത്ഖാനിഹിം, അതായത് ഈ റാവിമാരുടെ ഹിഫ്ദും അതേപോലെ അവരുടെ പെർഫെക്ഷനൊക്കെ നാം ഒരു കമ്പാരിസൺ നടത്തുക, മുവാസന മുഖാറന നടത്തുക, താരതമ്യം നടത്തുക. സുമ്മൽ ഹുക്മു അല റിവായത്തിൽ മഅലൂല, അങ്ങനെ അവസാനം ഇല്ലത്തുള്ള റിവായത്തിൻ്റെ വിഷയത്തിൽ ഒരു വിധി പറയുക. അംഫില, ഇനി ഉദാഹരണത്തിലേക്ക് കടക്കുക. നമ്മൾ ഓരോ വിഷയവും അതിൻ്റെ തിയറി പഠിക്കും, അതേപോലെ അതിൻ്റെ പ്രാക്ടിക്കൽ വശവും അഥവാ അതിൻ്റെ ഉദാഹരണങ്ങളും നാം മനസ്സിലാക്കും. ഇനി ഒന്നാമതെന്താണ്? സനദിൽ ഇല്ലത്തുള്ള ഹദീസിൻ്റെ ഉദാഹരണമാണ്. എന്താണ്? ഹദീസ് യഅല ഇബ്നു ഉബൈദ്, حديث يعلى بن عبيد عن الثوري عن عمرو بن دينار عن ابن عمر مرفوعا البيعان بالخيار. അപ്പോൾ അതായത് ഈ വാങ്ങുന്ന ആൾക്കാരും അതേപോലെ ഇന്നറിയാം കച്ചവടത്തിൽ എന്താണ് ഖിയാറുണ്ട് എന്ന ഹദീസാണ്. ഈ ഹദീസ് ഉദ്ധരിക്കുന്ന ആരാണ്? യഅല ഇബ്നു ഉബൈദ് എന്ന റാവി. അനി സൗരി അൻ അംർ ഇബ്നു ദീനാർ അൻ ഇബ്നു ഉമർ മർഫൂഅ, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിന്ന് മർഫൂഅയ ഹദീസാണ്. فقد وهم يعلى على سفيان الثوري في قوله عمرو بن دينار إنما هو عبد الله بن دينار فهو معلل بهذا الغلط مع أنه صحيح المتن. ഇവിടെ യഅല ഇബ്നു ഉബൈദ് എന്ന റാവിക്ക് ചില ദുർബലത പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ യഅല ഇബ്നു ഉബൈദ് എന്ന റാവിക്ക് അബദ്ധം പറ്റിയത് എവിടെയാണ്? നോക്കി നിങ്ങൾ, യഅല ഇബ്നു ഉബൈദ് ആരെന്ന് ഉദ്ധരിച്ചു? ഷെയ്ഖായ സൗരി എന്ന സുഫിയാൻ സൗരി അൻ അംർ ഇബ്നു ദീനാർ. അപ്പം ശരിയായ പദം എന്താണ്? അബ്ദുല്ലാഹി ഇബ്നു ദീനാർ. ഇത് രണ്ടും 2 റാവിമാരാണ്. അബ്ദുല്ലാഹി ഇബ്നു ദീനാർ ഒരു റാവി, അംർ ഇബ്നു ദീനാർ വേറൊരു റാവി. 2 പേരും വിശ്വാസയോഗ്യരാണ്. പക്ഷേ ഈ പേരിൽ എന്തുണ്ട്? അബദ്ധം പറ്റി. അംർ ഇബ്നു ദീനാർ എന്ന റാവിയിൽ നിന്നല്ല ഈ ഹദീസ് സുഫിയാൻ സൗരി കേട്ടിട്ടുള്ളത്, മറിച്ച് ആരിൽ നിന്നാണ്? അബ്ദുല്ലാഹി ഇബ്നു ദീനാർ. അപ്പോൾ ഇവിടെ ഈ ഒരു അബദ്ധം സംഭവിച്ചു. അപ്പോൾ അത്രക്കും നോക്കി നിങ്ങൾ 2 പേരും എന്താണ്? വിശ്വാസയോഗ്യരാണ്.
ഇനി അംർ ബിൻ ദിനാറാകട്ടെ അബ്ദുള്ള, പക്ഷെ അവിടെയും സൂക്ഷ്മത. കാരണം ഈ ഹദീസ് സുഫിയാനു സൗരി ആരിൽ നിന്നാണ് കേട്ടത്? അബ്ദുല്ലാഹി ബിൻ ദീനാറിൽ നിന്ന്. അംർ ബിൻ ദീനാർ ആര് പറഞ്ഞു? യഅല ബിൻ ഉബൈദ് എന്ന റാവി പറഞ്ഞതാണ്. അപ്പോൾ ഇവിടെ ശരിക്കും ഹദീസിൻ്റെ മത്തിനെന്താണ്? സഹീഹായ ഹദീസുകളിൽ ഉള്ളതാണ്. പക്ഷേ ഈ പരമ്പരയിൽ ഈ ഒരു അബദ്ധം ഉണ്ടായി, സംഭവിച്ചു. എപ്പോഴാണ് പദങ്ങൾ പരസ്പരം വ്യത്യാസമുണ്ടാകുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെയൊക്കെയാണ് ഈ മുഅല്ലലിൻ്റെ പ്രാധാന്യം കിടക്കുന്നത്. പല മുഅല്ലലാണെന്ന് പറയപ്പെട്ട പരമ്പരകളുടെ അവസ്ഥ ഇങ്ങനെയായിരിക്കും. ചിലപ്പോൾ റാവിൻ്റെ പേരിൽ അബദ്ധമായിരിക്കും, പക്ഷേ മത്തിനെന്തായിരിക്കും? സഹീഹായിരിക്കും. ഇതൊക്കെ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. ഇനി രണ്ടാമത്തെ എന്താണ്? മുഅല്ലലുൽ മത്നി, മത്നിൽ ഇല്ലത്തുള്ള ഹദീസിൻ്റെ ഉദാഹരണം എന്താണ്? ഹദീസു നഫി ഖിറാഅത്തിൽ ബസ്മലത്തി ഫിസ്സലാ. എന്താ നഫി എന്ന് പറഞ്ഞാൽ? നിഷേധിക്കുക, നെഗേഷൻ. ഖിറാഅത്തി പാരായണം, അൽ ബസ്മലത്തി ബിസ്മില്ല, ഫിസ്സലാ നമസ്കാരത്തിൽ. അപ്പോൾ എന്താ അർത്ഥം? നമസ്കാരത്തിൽ ബിസ്മി ഓതാതിരിക്കുക, അത് പാരായണം ചെയ്യാതിരിക്കുക, അതിൻ്റെ ഹദീസ്. അതായത് ഉദ്ദേശം മനസ്സിലായോ? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കറും റളിയല്ലാഹു അൻഹു പോലെയുള്ള സഹാബികളൊക്കെ നമസ്കരിച്ചപ്പോൾ ഫാത്തിഹ ഓതി പാരായണം ചെയ്തപ്പോൾ ബിസ്മി കൊണ്ട് ആരംഭിച്ചില്ല നമസ്കാരത്തിൽ. അപ്പോൾ ബിസ്മി ഉറക്കെ ഓതണോ ഉറക്കെ ഓതണ്ടേ എന്നുള്ള മസലൊക്കെ ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിലാണ് വരുന്നത്. മനസ്സിലായല്ലോ? ഇത് ആരുടെ ഹദീസാണ്? അൽ മർവിയു അൻ അനസിൻ, സഹാബിയായ അനസ് റളിയല്ലാഹു അൻഹു ആണ് ഈ ഹദീസ് ധരിച്ചിട്ടുള്ളത്. وذلك في الرواية التي تفرد بها مسلم في صحيحه من طريق الوليد بن مسلم. ഇമാം മുസ്ലിം സഹീഹ് മുസ്ലിമിൽ അൽ വലീദ് ബിൻ മുസ്ലിം എന്ന റാവിയിലൂടെ ഒറ്റപ്പെട്ടുകൊണ്ട് ഉദ്ധരിക്കപ്പെട്ട ഹദീസ്. എന്താണ് ഹദീസ്? അതായത് സഹീഹുൽ ബുഖാരിയിൽ ഹദീസ് ഉണ്ട്, മനസ്സിലാക്കണം. സഹീഹുൽ ബുഖാരി എന്താ ഉള്ളത്? അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാരൊക്കെ ഫാത്തിഹ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പാരായണം ചെയ്തുകൊണ്ടാണ് ആരംഭിച്ചിട്ടുള്ളത് എന്ന്. സഹീഹ് മുസ്ലിമിൽ അൽ വലീദ് ബിൻ മുസ്ലിം എന്ന റാബിയിലൂടെ വന്ന ഒരു റിപ്പോർട്ടിൽ എന്തുണ്ട്? ഫലം യകൂനു യസ്തഫ്തിഹൂന ബി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മി കൊണ്ട് അവർ തുടങ്ങാറില്ലായിരുന്നു എന്ന നഫീൻ്റെ റിപ്പോർട്ട് എവിടെയുണ്ട്? സഹീഹ് മുസ്ലിമിൽ ഒരു റിപ്പോർട്ടുണ്ട്. അപ്പോൾ ഇത് വായിച്ച പല വിദ്യാർത്ഥികൾക്കും മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇത്രയും വ്യക്തമായും ഹദീസ് ഉണ്ടായിട്ട് പോലും നമ്മുടെ നാട്ടിലൊക്കെ ബിസ്മി ഉറക്കെ ചൊല്ലുന്നുണ്ടല്ലോ. അതിനുള്ള ന്യായം എന്താണ്? അതായത് ഷാഫി മദ്ഹബിൽ അതായത് പതുക്കെയുള്ള ജഹരിയായ നമസ്കാരമാണെങ്കിലും അല്ലെങ്കിലും നിർബന്ധമായും ബിസ്മി ഓതണം, ഉറക്കെ ഓതണം എന്ന്. അത് ബിസ്മി നിർബന്ധമായിട്ടും ഓതണം. അതേപോലെ തന്നെ ഫാത്തിഹ ഓതണ്ടെന്നൊക്കെ ചർച്ച, അത് സുദീർഘമായ ചർച്ചയാണ്. പക്ഷെ ബിസ്മി നിർബന്ധമായിട്ടും, അതായത് ഫാത്തിഹയിൽപ്പെട്ട ഒരു അധ്യായം ആണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അത് മാത്രമല്ല ബിസ്മി നിർബന്ധമായിട്ടും ഇപ്പോൾ പിന്നെ ഏത് സൂറത്ത് ഓതുകയാണെങ്കിലും ഉറക്കെ ഓതണം. മറ്റുള്ള മദ്ഹബുകളിൽ എന്താണ്? പതുക്കെയാണ് ഓതേണ്ടത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഓതണം, പക്ഷെ പതുക്കെയാണ് ഓതേണ്ടത്. ഷാഫി മദ്ഹബിൽ എന്താണ്? ഇമാമാണെങ്കിൽ അല്ലെങ്കിൽ മഅ്മൂമാണെങ്കിൽ ജഹരിയ നമസ്കാരമാണോ ഉറക്കെ ഓതണം, മറ്റുള്ള ആയത്തുകളെ പോലെ തന്നെ. അപ്പോൾ ഇവർ എന്താണ്? ഇമാം ഷാഫിഈ പോലെയുള്ള ബൈഹഖി, ദാറഖുത്നി പോലെ പണ്ഡിതന്മാരൊക്കെ ഈ സഹീഹ് മുസ്ലിമിൽ വന്ന ഈ ഒരു റിപ്പോർട്ടിൽ ന്യൂനതയുണ്ടെന്ന് പറയുന്നു. എന്താ ന്യൂനത? അതായത് ഹദീസിൻ്റെ അസ്ല് സഹീഹാണ്. എന്താണ് അസ്ല്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതേപോലെ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോലെയുള്ള സഹാബികളൊക്കെ നമസ്കരിച്ചപ്പോൾ ഫാത്തിഹ ഓതിയപ്പോൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്നാൽ ഒരു റാവി അതിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കി ബിസ്മി ഓതിയിട്ടില്ല എന്ന്. അപ്പോൾ റാവിയുടെ വകയാണ് ബിസ്മി ഓതിയിട്ടില്ല എന്നൊരു കൂട്ടിച്ചേർക്കൽ. ഇതാണ് ഇമാം ഷാഫി പോയ പണ്ഡിതന്മാരുടെയൊക്കെ നിഗമനം. മറ്റു പണ്ഡിതന്മാരെ അംഗീകരിച്ചിട്ടില്ല. കാരണം അൽ വലീദ് ബിൻ മുസ്ലിമിലൂടെ മാത്രമല്ല, ശുഅബ എന്ന റാവിയും ഖതാദ അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഈ ഒരു റിപ്പോർട്ട്
ഇത് ബിസ്മി ഓതാറില്ലായിരുന്നു എന്ന ഈ ലഫ്ദ, ഈ പദം അൽ വലീദ് ബിൻ മുസ്ലിം മാത്രമല്ല, മറിച്ച് ശുഅബ പോലെയുള്ള പ്രഗത്ഭരായ ഹദീസ് പണ്ഡിതന്മാരും ഉദ്ധരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് എന്താണ്, ഇല്ലത്തുള്ള മുഅല്ലലായ റിപ്പോർട്ടല്ല എന്ന് പറഞ്ഞ മറുപടിയും ഖണ്ഡനവും മറുഭാഗത്തു നിന്ന് പറയാനുണ്ട്. ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും സ്വീകരിച്ച നിലപാടെന്താണ്? അതായത് ബിസ്മി പതുക്കെ ചൊല്ലണമെന്നാണ്. ബിസ്മി നിർബന്ധമായും ഓതണം. കാരണം എന്താണ്? ഫാത്തിഹയിൽപ്പെട്ട ആയത്താണ്. മാത്രമല്ല, മുസ്ഹഫ് ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചപ്പോൾ മറ്റു സൂറത്തുകളിലും എന്ത് ബിസ്മിയുണ്ട്. അതായത് ഓരോ സൂറത്തിലും എന്തുണ്ട്? ബിസ്മിയുണ്ട്. പക്ഷേ സൂറത്തുൽ ഫാത്തിഹയിൽപ്പെട്ട ആയത്താണോ ആയത്ത് എന്ന വിഷയത്തിൽ ചർച്ചയുണ്ട്. അതിന് രണ്ടിനും എന്തുണ്ട്? പരമ്പരകളുണ്ട്. അതായത് മക്കക്കാരുടെയും കൂഫക്കാരുടെയും എണ്ണപ്രകാരം അതിന് ഇൽമു അദ്ദിൽ ആയി എന്ന് പറയും. ഖുർആനിൻ്റെ ആയത്തുകളുടെ എണ്ണം നിർണ്ണയിക്കുന്ന ശാസ്ത്രത്തിനാണ് ഇൽമു അദ്ദിൽ ആയി എന്ന് പറയുക, ഇൽമുൽ ഫവാസിൽ എന്ന് പറയും. മക്കക്കാരുടെയും കൂഫക്കാരുടെയും വീക്ഷണപ്രകാരം സൂറത്തുൽ ഫാത്തിഹയിൽപ്പെട്ട ആയത്താണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പോൾ നമ്മുടെ മുസ്ഹഫ് ആരുടെ റിവായത്ത് പ്രകാരമാണ് എഴുതപ്പെട്ടത്? ഹഫ്സിൻ്റെ റിവായത്ത് പ്രകാരം. ഹഫ്സ് എന്താണ്? കൂഫിയാണ്. ഇതിന് പൊരുൾ മനസ്സിലായ നിങ്ങൾക്ക്? മുസ്ഹഫ് എഴുതപ്പെടുന്നതേ കർമ്മശാസ്ത്ര മദ്ഹബിൻ്റെ അടിസ്ഥാനത്തിലല്ലേ അല്ല. അത് അങ്ങനെ തെറ്റിദ്ധാരണ ചില ആൾക്കാർക്ക് ഉണ്ട്. കേട്ടോ, ഷാഫി മദ്ഹബ് പ്രകാരമാണ് മുസ്ഹഫ് എഴുതപ്പെട്ടത്. അങ്ങനെയല്ല. അതിനൊക്കെ എന്താണ്? ഓരോന്നിനും ഓരോ ശാസ്ത്രമുണ്ട്. അതായത് എണ്ണം, ഖുർആനിക ആയത്തുകളുടെ എണ്ണം നിർണ്ണയിക്കുന്ന ശാസ്ത്രത്തിൽ എന്ന് പറയും ഇൽമുൽ ഫവാസിൽ എന്ന് പറയും, ഇൽമു അദ്ദിൽ ആയി. അതിനൊക്കെ എത്രയോ കിതാബുകൾ ഇമാമിങ്ങൾ എഴുതിയിട്ടുണ്ട്. 1000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട ഗ്രന്ഥങ്ങൾ ഇപ്പോഴും പഠിതാക്കൾ ഉപയോഗപ്പെടുത്തുന്നു. ഇമാം അബൂ അംർ റദ്ദാനി റഹ്മത്തുള്ളാഹി അലൈഹി ഹിജ്റ 444 മരണപ്പെട്ട മഹാപണ്ഡിതനാണ്. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥമാണ് അൽ ബയാൻ ഫി അദ്ദി ആയിൽ ഖുർആൻ. അത് ഈ വിഷയത്തിൽ ഒരു റഫറൻസാണ്. അപ്പോൾ മക്കക്കാരുടെയും കൂഫക്കാരുടെയും എണ്ണപ്രകാരം ബസ്മൽ എന്താണ്? ആയത്താണ്. മറ്റു അതായത് ഈ അദ്ദിൽ ആയിൻ്റെ പണ്ഡിതന്മാരുടെ വീക്ഷണപ്രകാരം അതെന്താണ്? ആയത്തല്ല. ഈ വീക്ഷണം പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഇതൊരു ഇജ്തിഹാദിയായ വിഷയമല്ല, മറിച്ച് എന്താണ്? ഇതിനൊക്കെ കൃത്യമായ പരമ്പരകളുണ്ട്. ഖിറാഅത്തിനെ പോലെ തന്നെ, വ്യത്യസ്ത പാരായണങ്ങളെ പോലെ തന്നെ. ഏതായാലും സഹോദരന്മാർ അവിടെ മനസ്സിലാക്കണം എന്താണ്? അതായത് ഷാഫിഈ പണ്ഡിതന്മാരുടെ വീക്ഷണപ്രകാരം ഈ സഹീഹ് മുസ്ലിമിലുള്ള റിവായത്തിൽ എന്തുണ്ട്? ഇല്ലത്തുണ്ട് എന്നാണ്. അതുകൊണ്ടാണ് അത് അവർ അംഗീകരിക്കാഞ്ഞത്. അപ്പോൾ ഇവിടെ നാം സ്വീകരിക്കേണ്ട നിലപാടെന്താണ് ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ? അതായത് സലഫിൻ്റെ കാലഘട്ടത്തിൽ തർക്കമുള്ള ഇഖ്തിലാഫുള്ള വിഷയങ്ങൾ നാം പരിഗണിക്കണം. അതായത് ആ ഒരു അഭിപ്രായ വ്യത്യാസം, ഭിന്നത നാം പരിഗണിക്കണം. സലഫിന് പരിചയമില്ലാത്ത ദീനിൽ കടത്തിക്കൂട്ടിയ ബിദ്അത്തുകളാണോ എന്ന് നാം എതിർക്കും. രണ്ടും രണ്ട് വ്യത്യസ്ത വിഷയങ്ങളാണ്. ഒന്നുകൂടി പറഞ്ഞുതരാം. സലഫുകൾക്ക് പരിചയമുള്ള അഭിപ്രായ ഭിന്നതയാണോ അത് നമ്മൾ പരിഗണിക്കേണ്ട ഇഖ്തിലാഫാണ്. ആ വിഷയത്തിൽ നമ്മൾ എന്താ പറയുക, അമിതമായി തർക്കിച്ച് ഭിന്നിക്കാൻ പാടില്ല, ആക്ഷേപിക്കാനും പാടില്ല മറ്റുള്ളവരെ. അതിന് ഒരു ഉദാഹരണമാണ് ബിസ്മി ഉറക്കെ ഓതണോ പതുക്കെ ഓതണോ, മനസ്സിലായല്ലോ. അതേപോലെ തന്നെ ഇമാമിൻ്റെ പിന്നിൽ നമസ്കരിക്കുമ്പോൾ മഅ്മൂമ് ജഹരിയായ നമസ്കാരങ്ങളിൽ ഫാത്തിഹ ഓതണോ ഓതേണ്ട വിഷയത്തിൽ സലഫുകളിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ, ഇമാം മാലിക് പോലെ പണ്ഡിതന്മാരുടെ വീക്ഷണപ്രകാരം മിണ്ടാതിരിക്കണം എന്നാണ്, നിശബ്ദനായിരിക്കണം. എന്താണ് അതെ ഹനഫികളിലും. ഷാഫി മദ്ഹബ് പ്രകാരം മഅ്മൂമാകട്ടെ ഇമാമാകട്ടെ നിർബന്ധമായും ഫാത്തിഹ ഓതണം എന്നാണ്. ഇത് സലഫുകൾക്കിടയിൽ പരിചയമുള്ള ഇഖ്തിലാഫാണ്. എന്നാൽ മൗലിദിൻ്റെ വിഷയം എടുക്കുക. നമ്മൾ എന്തുകൊണ്ട് മൗലിദ് നമ്മൾ എതിർക്കുന്നു? സലഫിന് പരിചയമില്ലാത്ത, അവർ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത സംഗതിയാണെന്ത്? ഈ മൗലിദ് ആഘോഷിക്കുക എന്നത്. അങ്ങനെ ചർച്ച അവർക്കിടയിൽ വന്നിട്ടില്ല, എന്നിട്ടല്ലേ ഹദീസ്. അപ്പോൾ അവർക്കിടയിൽ പരിചയമില്ലാത്ത ബിദ്അത്താണ് ഇത്. അതേപോലെ നമസ്കാര ശേഷമുള്ള കൂട്ടുപ്രാർത്ഥന, ഇങ്ങനെയുള്ള വിഷയങ്ങൾക്കൊന്നും യാതൊരു അസ്ലുമില്ല. അപ്പോൾ അത് നമ്മൾ എതിർക്കണം. ബിദ്അത്തിൻ്റെ ആ രൂപത്തിൽ നമ്മൾ എതിർക്കണം. നാം ജനങ്ങൾക്ക് നസീഹത്ത് കൊടുക്കണം, ദഅവത്ത് നടത്തണം. അപ്പോൾ ഇഖ്തിലാഫുള്ള വിഷയങ്ങൾ 2 ഇനങ്ങളാക്കി തിരിക്കാം. ഒന്ന്, അതായത് സലഫുകൾക്ക് പരിചയമില്ലാത്ത
ബിദ്അത്തുകൾ, അതേപോലെ തന്നെ സലഫിൻ്റെ കാലഘട്ടത്തിൽ പരിചയമുള്ള അറിയപ്പെട്ട തർക്കങ്ങളായ വിഷയങ്ങളുണ്ട്. അതിൻ്റെതായ ഒരു പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ഇഖ്തിലാഫിൻ്റെ ആ ഒരു മാനദണ്ഡം നാം പരിഗണിച്ചുകൊണ്ട് തന്നെ നാം പെരുമാറണം. ഇനി നമുക്ക് ഷെയ്ഖ് പറയുന്ന ഇതിലേക്ക് കടക്കാം. അതായത് ഈ ബിസ്മി ഓതിയിട്ടില്ല എന്ന ഹദീസിൻ്റെ വിഷയത്തിൽ ഇമാം ഷാഫിഈ, ദാറഖുത്നി പോലെ പണ്ഡിതന്മാരൊക്കെ സ്വീകരിച്ച നിലപാട് എന്താണ്? വഖദ് അഅല്ലൽ കസീറു മിനൽ അഇമ്മത്തി, അതായത് ധാരാളം ഇമാമിയങ്ങൾ കശ്ശാഫിഈ വദ്ദാറഖുത്നി വൽബൈഹഖി വഗൈരിഹിം ഹാദിഹി റിവായ, ഈ റിവായത്തിനെ പല പണ്ഡിതന്മാരും മഅലൂലായി പരിഗണിച്ചിട്ടുണ്ട്, എന്ന് പറഞ്ഞാൽ ഇല്ലത്തുള്ള റിവായത്തായിട്ട് പരിഗണിച്ചിട്ടുണ്ട്. അല്ലത്തി ഫീഹ തസ്രീഹു ബിനഫി ഖിറാഅത്തിൽ ബസ്മല, ഏത് റിവായത്ത്? ബിസ്മി ഓതിയിട്ടില്ല എന്ന് ഗണ്ഡിതമായി പറയുന്ന ഹദീസിൻ്റെ വിഷയത്തിൽ ന്യൂനത പറഞ്ഞിട്ടുണ്ട്. ആരൊക്കെ? ഇമാം ഷാഫിഈ, ഇമാം ദാറഖുത്നി, ഇമാം ബൈഹഖി. ബി അന്ന റാവിയൻ മിൻ റുവാത്തിൽ ഹദീസി, അതായത് അതിലുള്ള ഒരു റാവി ഹീന സമിഅ ഖൗല അനസ് റളിയല്ലാഹു അൻഹു, അനസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഖൗല് കേട്ടപ്പോൾ, എന്ത് കേട്ടപ്പോൾ? സല്ലൈതു ഖൽഫ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിയുടെ നബിയിൽ ഞാൻ നമസ്കരിച്ചു. വ അബീ ബക്രിൻ വ ഉമറ വ ഉസ്മാന റളിയല്ലാഹു അൻഹും ഫകാനു യസ്തഫ്തിഹൂന ബിൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അവർ അൽഹംദ് ചൊല്ലിയിട്ടാണ് തുടങ്ങിയിട്ടുള്ളത്. ഇതാണ് ഹദീസ്. സഹീഹ് ബുഖാരിക്കുള്ള ഏകദേശം അർത്ഥം ഇങ്ങനെയാണ്. ഫവന്ന ഹാദർ റാവി, ഈ റാവി മനസ്സിലാക്കി നഫ്യ ഖിറാഅത്തിൽ ബസ്മല, ബിസ്മി ഓതിയിട്ടില്ല എന്ന് മനസ്സിലാക്കി. ഫറവൽ ഹദീസ് അലാ മാ ഫഹിമ ഫഅഖ്ത, അങ്ങനെ അദ്ദേഹം മനസ്സിലാക്കിയ അടിസ്ഥാനത്തിൽ അത് ഉദ്ധരിച്ചു, അങ്ങനെ അബദ്ധം സംഭവിച്ചു. ഫകാന നതീജതു ദാലിക അൻ ഖാല അഖിബൽ ഹദീസ്, അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം എന്ന് പറഞ്ഞു, ആ റാവി പറഞ്ഞു, ഫലം യകൂനു യസ്തഫ്തിഹൂനൽ ഖിറാഅത ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും സഹാബികളും ബിസ്മി കൊണ്ട് നമസ്കാരം ആരംഭിച്ചിട്ടില്ല എന്ന രൂപത്തിൽ മനസ്സിലാക്കിയ പ്രകാരം അദ്ദേഹം പറഞ്ഞു. മഅ അന്ന റിവായത്തുൽ അക്സരീന, ബഹുഭൂരിപക്ഷം റാവിമാരും ധരിച്ചത് എന്താണ്? അല്ലതി ഇത്തഫഖ അലൈഹി അൽ ബുഖാരിയും മുസ്ലിമുൻ ലൈസ ഫീഹ ഹദ തസ്രീഹ്, ഈ ഒരു ബിസ്മി ഓതിയിട്ടില്ല എന്ന പദം ബുഖാരി മുസ്ലിം ഒരുമിച്ച് റിപ്പോർട്ട് ചെയ്ത വേറെ റിവായത്തുകളിൽ കാണാൻ പറ്റില്ല. വഹാദിഹി ഇല്ലത്തുൻ ഖഫിയ്യത്തുൻ അദ്റകഹ അൽ ഉലമാഉൽ അഅലാമു ബിസാഖിബിൻ നദറി വദിഖത്തിൽ ബഹ്സ്, ഇത് പണ്ഡിതന്മാർ, അതായത് അവരുടെ ആ ഗവേഷണത്തിൻ്റെ ആഴത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ മനസ്സിലാക്കിയ ഒരു ഇല്ല ഖഫിയാണ്, മറഞ്ഞ ന്യൂനതയാണ് ഇത് എന്ന്. അപ്പോൾ ഇതിന് മറുഭാഗത്തുള്ള പണ്ഡിതന്മാർ ബിസ്മി അത് പതുക്കെയാണ് ഓതേണ്ടത് എന്ന അർത്ഥത്തിൽ മനസ്സിലാക്കി ബഹുഭൂരിപക്ഷം മറ്റു പണ്ഡിതന്മാർ എങ്ങനെയാണ് ഗണന കൊടുത്തത്? അത് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മഹുല്ലാഹ് പോലെ പണ്ഡിതന്മാർക്ക് സൂചിപ്പിച്ചിട്ടുണ്ട്. അതായത് ഈ ഒരു പദം, അതായത് ബിസ്മി ഓതിയിട്ടില്ല എന്ന ലഫ്ള എന്ന പദം ഇബാറത്ത് ഇമാം ശുഅബ അൽ വലീദ് മുസ്ലിം മാത്രമല്ല, ശുഅബ പോലെയുള്ള പ്രഗത്ഭരായ റാവിമാർ വേറെയും ഉദ്ധരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ പറഞ്ഞ ഇല്ലത്ത് അത് അങ്ങനെ സ്വീകരിക്കാൻ പറ്റില്ല എന്ന ഖണ്ഡനവും മറുഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇതെന്താണ്? ഇഖ്തിലാഫുള്ള ഒരു മസ്അലയാണ്. സാധാരണ നമ്മുടെ പണ്ഡിതന്മാരൊക്കെ തിരഞ്ഞെടുത്ത അഭിപ്രായം എന്താണ്? ബിസ്മി പതുക്കെ ചൊല്ലിയാൽ മതി എന്നാണ്. അത് ഇമാമാകട്ടെ ഇനി മഅ്മൂമാകട്ടെ ഉറക്കെ ചൊല്ലാതെ, ഇപ്പം ബിസ്മി ഇപ്പം ജഹരിയ നമസ്കാരത്തിൽ, ഇപ്പോൾ സുബൈ നമസ്കാരം, ഇശാ നമസ്കാരം, മഗ്‌രിബ് നമസ്കരിക്കുമ്പോഴൊക്കെ എന്താണ്? നാം പതുക്കെയാണ് ചൊല്ലേണ്ടത്. എന്നാൽ ഉറക്കെ ചൊല്ലുന്ന ഒരു ഇമാമിനെ കൂടി നിസ്കരിച്ചാൽ നമുക്ക് പ്രശ്നമില്ല. അത് ഇഖ്തിലാഫുള്ളൊരു വിഷയമാണ്. ഇതാണ് സഹോദരന്മാരെ മുഅല്ലൽ. ഇൽമുൽ ഹദീസിൽ ഏറ്റവും പ്രയാസകരമായ പണ്ഡിതന്മാർക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു വിഷയമാണ് എന്ത്? ഇൽമു ഇൽമുൽ ഹദീസ് എന്ന് പറയും. ഹദീസിൻ്റെ ന്യൂനതകൾ തലക്കെട്ടിൽ പണ്ഡിതന്മാർ മനസ്സിലാക്കിയതാണ്. ഷെയ്ഖ് ബൈഖൂനി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, വദുഖ്തിലാഫി സനദിൻ ഔ മത്നി മുത്തറിബുൻ ഇൻദ ഉഹൈലിൽ ഫന്നി. മുത്തറിബായ ഹദീസ് വേറൊരു ഇനമാണ്, ഹദീസിൻ്റെ വേറൊരു ഇനമാണ് മുത്തറിബുൽ ഹദീസ്. എന്താ അർത്ഥം? അതായത് ഹദീസിൻ്റെ പരമ്പരയിലോ മത്നിലോ ഉള്ള വ്യത്യാസം. ഏത് വ്യത്യാസം? പരസ്പരം കൂട്ടിയോജിപ്പിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള വൈരുദ്ധ്യം. സാധാരണ ഇഖ്തിലാഫല്ല, എന്താണ്? വൈരുദ്ധ്യം. അപ്പം പരസ്പരം നമുക്ക് ജംഉ ചെയ്യാൻ പറ്റില്ല.
സംയോജിപ്പിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള വ്യത്യാസം എന്ന് പറയും ഇൽത്തിറാബ് എന്ന് പറയും. അതെന്ത് പറയും? അൽ ഹദീസുൽ മുത്തരിബ്, ഇൽത്തിറാബുള്ള ഹദീസാണ്. അത് ഹദീസുൽ മുത്തരിബ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പരസ്പരം കൂട്ടി യോജിപ്പിക്കാത്ത രൂപത്തിലുള്ള ഹദീസാണെന്ന്. ഇനി എന്താണ് ഷെയ്ഖ് പറഞ്ഞത്? ഹുവൽ ഹദീസു അല്ലദി യുർവാ മിൻ ഖിബലി റാവിൻ ഔ റുവാത്തിൻ. ഇവിടെ ഈ റഫറൻസുകൾ താഴെ കൊടുക്കുന്ന ഫുട് നോട്ടിൽ കൊടുക്കുന്ന റഫറൻസുകളെ കുറിച്ച് ഞാൻ എപ്പോഴും പറയാറുണ്ട്. അത് നമ്മൾ പ്രത്യേകിച്ച് തുല്ലാബുൽ ഇൽമ് ദാഇമാരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഈ കിതാബുകളെ കുറിച്ചൊക്കെ ഒരു ഐഡിയ വേണം നമുക്ക്, എങ്കിലും അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാൻ പറ്റും. മനസ്സിലായല്ലോ? അതായത് ഈ ഗ്രന്ഥത്തിൽ വന്ന ആശയവും അതിലുള്ള റഫറൻസുകളും ഏകദേശം ഒരു ഐഡിയ കിട്ടിയ ഒരു താലിബുൽ ഇൽമിന് എന്താണ് ഉസൂൽ ഹദീസിൻ്റെ ബേസിക് ഉഷാറായി എന്ന് പറയും. മനസ്സിലായില്ലേ? എന്നാണ് സെക്കൻഡ് സ്റ്റെപ്പ്, പിന്നെ തേർഡ് സ്റ്റെപ്പിലേക്കൊക്കെ പ്രവേശിക്കാൻ പറ്റും. ഉദാഹരണം നോക്കൂ നിങ്ങൾ. ഉൻദുർ, രണ്ടാം ഫുട് നോട്ട് എന്താണ്? അത്തദ്രീബ് വഉലൂം അൽ ഹദീസ്. എന്താ തദ്രീബ് പറഞ്ഞാൽ? ഇമാം സിയൂത്തിയുടെ തദ്രീബുർ റാവി ഫി ശർഹി തഖ്രീബിൻ നവാവി എന്ന ഗ്രന്ഥം, അതായത് ഉസൂൽ ഹദീസിലെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന നല്ലൊരു ഗ്രന്ഥമാണ് തദ്രീബുർ റാവി. അതേപോലെ ഉലൂമുൽ ഹദീസ്, അതായത് ഇമാം ഇബ്നു സലാഹിൻ്റെ ഉലൂമുൽ ഹദീസ് ഉണ്ട്. അതേപോലെ മഅരിഫത്തു ഉലൂമുൽ ഹദീസ് ഇമാം ഹാക്കിമിൻ്റെ ഗ്രന്ഥമുണ്ട്. എന്താണ് ഹദീസ്? മുത്തരിബായ ഹദീസ് ഷെയ്ഖ് പറയാണ്, അതിന് ഇത് കൊടുക്കുക, നിർവചനം കൊടുക്കുകയാണ്. ഹുവൽ ഹദീസുല്ലദീ യുർവാ മിൻ ഖിബലി റാവിൻ ഔ റുവാത്തിൻ. ഒരു റാവി മുഖേനയോ പല റാവിമാർ മുഖേനയോ ഉദ്ധരിക്കപ്പെട്ട ഹദീസ്. എന്താ പ്രശ്നം? മുതഅദ്ദിദീൻ അലാ ഔജുഹിൻ മുഖ്തലിഫ, വ്യത്യസ്ത രീതികളിലൂടെ ഹദീസ് ഉദ്ധരിക്കപ്പെടുക. മുതസാവിയത്തിൽ ഖുവ്വ, അതായത് ഈ പരമ്പരകളൊക്കെ എന്താണ്? എല്ലാം ഒരേപോലെ ഒന്നിനെ മികവ് കാണിച്ചുകൊണ്ട്, ഒന്നതിനേക്കാൾ ഉഷാറായ രൂപത്തിലല്ലാത്ത രൂപത്തിൽ എല്ലാം ഒരേപോലെ സമമായ ആ ഒരു ബലത്തോടെ ഉദ്ധരിക്കപ്പെട്ട ഹദീസ്. ലാ യുംകിനു തർജീഹു ബൈനഹാ വലൽ ജംഅ, അതായത് അവ പരസ്പരം ഒന്നിനെയും മുന്തിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ പരസ്പരം യോജിപ്പിക്കാനും പറ്റില്ല. അപ്പം എന്തായി? വൈരുദ്ധ്യങ്ങളാണ്. വഹാദൽ ഇഖ്തിലാഫു മുശ്ഇറുൻ ബിഅദമി ദബ്തി റാവി അബിർ റുവാ. ഇങ്ങനെ വൈരുദ്ധ്യമായ ഈ വ്യത്യാസം വരുമ്പോൾ അതിൻ്റെ അർത്ഥം ഈ പരമ്പരയിലുള്ള റാവിമാർ ഈ ഹദീസ് യഥാവണ്ണം പഠിച്ച് വബുത്താക്കിയിട്ടില്ല, അവർ മനഃപ്പാടമാക്കിയിട്ടില്ല, ആ ഒരു പെർഫെക്ഷൻ, സൂക്ഷ്മത അവർ പാലിച്ചിട്ടില്ല. ഇത് യുശ്തറത്തു ഫി ഖബൂലിൽ ഹദീസ് കൗനുർ റാവി ദാബിതൻ. അപ്പം ഹദീസ് സഹീഹാണെന്ന് വേണം, റാവി എന്ത് വേണം? ദബുത്ത് വേണം. ഇത് ദബുത്ത് എന്ന് പറഞ്ഞാൽ ഹദീസ് മനഃപ്പാടമാക്കുന്ന വിഷയത്തിൽ നല്ല ഉഷാറായിരിക്കണം, അതിനെ ദാബിത്ത് എന്ന് പറയും. വഗാലിബൻ മിക്കവാറും, എന്താ വഗാലിബ് പറഞ്ഞാൽ? മിക്കവാറും യകൂനുൽ ഇത്തിറാബ് ഫി സനദ്, മിക്കവാറും ഇത്തിറാബ്, ഈ വൈരുദ്ധ്യം എന്ന് പറയുന്ന ഈ ഇഖ്തിലാഫ് പരമ്പരയിലായിരിക്കും. വഖദ് യഖഉ ഫിൽ മത്നി അയ്ദാ, മത്നിലും ഇത്തിറാബ് സംഭവിക്കാം. ഉദാഹരണം എന്താണ്? അംസില, ഉദാഹരണങ്ങൾ. ഇനി ആദ്യത്തെ ഉദാഹരണം എന്താണ്? സനദിലുള്ള ഇത്തിറാബാണ് നാം പഠിക്കുന്നത്. സനദിലുള്ള ഇത്തിറാബ് ഹദീസ് അബി ഹുറൈറത റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസ്. ഇദാ സല്ല അഹദുക്കും, നിങ്ങളിൽ വല്ലവൻ നമസ്കരിച്ചാൽ, ഫൽ യജ്അൽ തിൽഖാ വജ്ഹിഹി ഷൈഅ, അതായത് മുമ്പിലൊരു സംഗതി വെക്കണം, സ്ഥാപിക്കണം, അതായത് ഒരു മറ വേണമെന്നർത്ഥം. ഫഇൻ ലം യജിദ് ഫൽയൻസിബ് അസ, ഒരു മറ സ്ഥാപിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഒരു വടിയെങ്കിലും വെക്കുക. ഫഇൻ ലം യകുൻ മഅഹു അസ, ഒരു വടിയില്ലെങ്കിലോ, ഫൽയഖ്തുത് ബൈന യദൈഹി ഖത്ത, ഒരു വരക്കുക. ثم لا يضره ما مر امامه, പിന്നെ അതിന് ശേഷം എന്താണ്? മുന്നിലൂടെ ഒരാൾ പോയി പാസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമില്ല. അപ്പോൾ ഇത് ശരിക്കും മുത്തറിബുൽ ഹദീസ് ആണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. എന്താ കാരണം? ഈ വരക്കുന്ന ഈ ഹദീസ് സ്ഥിരപ്പെട്ടിട്ടില്ല. അവർ ശരിക്കുള്ള സൂത്ര തന്നെ എന്താണ്? ഒരു മറ തന്നെ വേണമെന്നാണ്. മനസ്സിലായില്ലേ? അതാണ് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഹദീസ് ഇമാം അഹ്മദ്, അബൂദാവൂദ്, ഇബ്നു മാജക്ക് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഇതിനെ സംബന്ധിച്ച് എന്താണ്? പണ്ഡിതന്മാർ മുത്തറിബാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ കാരണം? നോക്കൂ നിങ്ങൾ. ഫഹാദൽ ഹദീസു ഉഖ്തുലിഫ അലാ റാവീഹി വഹുവ ഇസ്മാഈൽ ഇബ്നു ഉമയ്യ ഇഖ്തിലാഫൻ കസീറ. ഇസ്മാഈൽ ഇബ്നു ഉമയ്യയിലൂടെ വന്ന ഹദീസാണിത്. അദ്ദേഹത്തിൽ നിന്ന് പല ഇഖ്തിലാഫുകളും വൈരുദ്ധ്യമാണെന്ന് ബോധ്യപ്പെടുത്തുന്ന രൂപത്തിൽ പല വ്യത്യാസങ്ങളും വന്നിട്ടുണ്ട് എന്ന്.
فقيل عنه عن أبي عمرو بن محمد بن حريث عن جده حريث عن أبي هريرة. അപ്പം ഒരു പരമ്പര എന്ത് കാണാൻ പറ്റും? അതായത് ഇസ്മായിൽ ബിൻ ഉമയ്യയിൽ നിന്ന് അബൂ അമർ ബിൻ മുഹമ്മദ് ബിൻ ഹുറൈസ് വല്ലിപ്പ ആയ പിതാമഹനായ ജദ്ദിൽ നിന്ന് ഉദ്ധരിച്ചു, ഹുറൈസിൽ നിന്ന് അബൂ ഹുറൈറയിൽ നിന്ന്. മറ്റു പരമ്പരയിലോ, വേറൊരു പരമ്പരയിൽ അൻഹു അൻ അബി അംരി ബിൻ മുഹമ്മദ് ബിൻ അംരി ബിൻ ഹുറൈസിൻ അൻ ജദ്ദിഹി ഹുറൈസ് ബിൻ സുലൈമിൻ അൻ അബി ഹുറൈറ. അങ്ങനെ 10ഓളം വ്യത്യാസങ്ങൾ ഈ ഒരു ഹദീസിൻ്റെ വിഷയത്തിൽ മാത്രം വ്യത്യസ്ത പേരുകളും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റങ്ങൾ വന്നുകൊണ്ട് പരസ്പരം യോജിപ്പിക്കാൻ പറ്റാത്തൊരു വിധത്തിൽ 10 വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. അങ്ങനെ പണ്ഡിതന്മാർ പറഞ്ഞെന്താണ്? ആ ഹദീസിൻ്റെ പരമ്പരയിൽ എന്തുണ്ട്? ഇദ്തിറാബുണ്ട് എന്ന്. അതുകൊണ്ട് ഷെയ്ഖ് അൽബാനി പണ്ഡിതന്മാരൊക്കെ ഈ വരക്കുന്ന ഹദീസ് സ്ഥിരപ്പെട്ടിട്ടില്ല എന്ന് അദ്ദേഹത്തിൻ്റെ സിഫത്ത് സ്വലാത്ത് നബി വസല്ലം, അതായത് നബിയുടെ നമസ്കാരം എങ്ങനെയാണ് എന്ന് വിശേഷിപ്പിക്കുന്ന അറിയപ്പെട്ട ഗ്രന്ഥം ഷെയ്ഖ് അൽബാനിക്ക്, അതിലൊക്കെ ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി കൃത്യമായി കാര്യം പഠിപ്പിക്കുന്നുണ്ട്. വലിദ അക്കാരണത്താൽ ഹക്കമ ഗൈറു വാഹിദ് മിനൽ ഹുഫാദ്, ഹദീസിൻ്റെ വലിയ വലിയ പണ്ഡിതന്മാർ വിധി പറഞ്ഞു. ആരെപ്പോലെ? കൻ നവവി, ഇമാം നവവി, ഇബ്നു അബ്ദുൽ ഹാദി വഗൈരിഹിമാ മിനൽ മുതഅഖിരീൻ ബിഇത്തിറാബ് സനദിഹി. ഈ ഹദീസിൻ്റെ പരമ്പരയിൽ ഇത്തിറാബ് ഉണ്ട് എന്ന് വിധി പറഞ്ഞു ഇമാം നവവി. അതേപോലെ തന്നെ ഇബ്നു അബ്ദുൽ ഹാദി. ഇബ്നു അബ്ദുൽ ഹാദി ആരാണ്? ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെ പ്രമുഖ ശിഷ്യനാണ്. അസ്സാരിമുൽ മുൻകി ഫിർ റദ്ദി അല സുബ്കി, സുബ്കി എന്ന പണ്ഡിതൻ ഇസ്തിഗാഥ വിഷയത്തിൽ ഗ്രന്ഥം എഴുതി, ഷിഫാ ഉസ്സഖാം, അതിനുള്ള ഖണ്ഡനമാണ് സലഫി പണ്ഡിതനായ ഇമാം ഇബ്നു അബ്ദുൽ ഹാദി റഹ്മത്തുള്ളാഹി അലൈഹി എഴുതിയത്. അദ്ദേഹം വലിയ ഹദീസ് പണ്ഡിതനും കർമ്മശാസ്ത്ര പണ്ഡിതനുമാണ്. ഇതൊരു എന്താണ്, സനദിലുള്ള ഇത്റാബിനെ കുറിച്ചുള്ള ഒരു വ്യക്തമായ ഒരു ഉദാഹരണമാണ് ഏത്? ഈ ഒരു ഉദാഹരണം. പിന്നെ ഇനി മത്തിലുള്ള ഇത്റാബ് എന്താണ്? അതായത് ഹദീസിൻ്റെ വാക്കുകളിൽ, പദങ്ങളിൽ, മത്തിലുള്ള ഇത്റാബ്. മാ റവാഹു തിർമിദി അൻ ശരീക്കിൻ അൻ അബി ഹംസത അൻ അശ്ശഅബി അൻ ഫാത്തിമത ബിൻതി ഖൈസ് റളിയല്ലാഹു അൻഹാ. ഇമാം തിർമിദി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിച്ചു. ഇത് ഇമാം തിർമിദിയുടെ ഗ്രന്ഥത്തിൽ ജാമിഇൽ. അൻ ശരീക്കിൻ, അതാണ് ശരീക്ക്, ശരീക്ക് ഇബ്നു അബ്ദില്ലാഹി അൻ-നഖഈ എന്ന റാവി. അദ്ദേഹം വിശ്വാസയോഗ്യനാണെങ്കിൽ തന്നെ ഉദ്ധരിക്കുന്ന പല പരമ്പരകളിലും പല ഹദീസുകളിലും അബദ്ധങ്ങൾ സംഭവിക്കാറുണ്ടെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആര്? ഈ ശരീക്ക്. ഇപ്പോൾ ഈ ശരീക്ക് എന്ന് പറഞ്ഞാൽ ഹദീസ് പണ്ഡിതന്മാർക്കിടെ അറിയപ്പെട്ടതാണ്. നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. അവർ ശരീക്ക് എന്ന് പറയുമ്പോൾ അവർക്കറിയാം. ഇതുപോലെ ഇപ്പോൾ നമ്മൾ പറയുന്ന ആസിം പറയാൻ നമുക്കറിയാം. ഒരു പക്ഷേ ഈ ദുനിയാവിൽ എത്രയോ ആസിന്മാരുണ്ടാവും. അതേപോലെ ഉമർ എന്ന് പറയുമ്പം, അതേപോലെ ഹദീസ് പണ്ഡിതന്മാർക്ക് എന്താണ് ശരീക്ക് എന്ന് പറഞ്ഞാൽ അവർക്കറിയാം ശരീക്ക് ഇബ്നു അബ്ദില്ലാഹി അൻ-നഖഈ ആണെന്ന്. അതേപോലെ ശുഅബ എന്ന് പറഞ്ഞാലാണ് ശുഅബ് ഇബ്നുൽ ഹജ്ജാജ്. അതേപോലെ തന്നെ ഇമാം പണ്ഡിതന്മാർക്ക് ഓരോ സ്ഥാനപ്പേരുകളും വിളിപ്പേരുകളൊക്കെ ഉണ്ടാവും. മനസ്സിലായില്ലേ? അപ്പോൾ ഇമാം തിർമിദി പറയാണ് ഖാല അബു അബ്ദില്ല, അല്ലെങ്കിൽ ഖാല മുഹമ്മദ്. ആരാണ്? ഇമാം ബുഖാരി. ഇമാം ബുഖാരിക്ക് ഇതിൻ്റെ എല്ലാ ഇമാം ബുഖാരി പറഞ്ഞിട്ട് പരിചയപ്പെടുത്തൂല. ഖാല മുഹമ്മദ് ബിൻ ഇസ്മായിൽ, മുഹമ്മദ് ഇസ്മായിൽ പറഞ്ഞു. ഇമാം ബുഖാരിയാണത്. അതേപോലെ അബു അബ്ദില്ല ആരാണ്? ഇമാം ബുഖാരി. അങ്ങനെ ഓരോ പണ്ഡിതന്മാർക്കും ഓരോ സാങ്കേതിക പ്രയോഗങ്ങളുണ്ട്. അതൊക്കെ പണ്ഡിതന്മാരുടെ കിതാബുകൾ വായിച്ച് ഇങ്ങനെ ശീലമാകും. അൻ അബി ഹംസത, അബു ഹംസയിൽ നിന്ന്. ആരാണ് അബു ഹംസ? അബു ഹംസ സാബിത്ത് ഇബ്നു സഫിയ്യ അൽ കൂഫി. അനി ശഅബി, അല്ലെ ശഅബി പണ്ഡിതന്മാർക്കിടെ അറിയപ്പെട്ട പണ്ഡിതനാണ്, താബിഈ പണ്ഡിതനാണ്. ആമിർ ഇബ്നു ശറാഹീൽ അശ്ശഅബി, അദ്ദേഹം വലിയ താബിഈ പണ്ഡിതനാണ്. അദ്ദേഹം പറയുകയാണ്, ഞാൻ ഒരിക്കലും എൻ്റെ കൈകൊണ്ട് എഴുതിയിട്ടില്ല. ലക്ഷക്കണക്കിന് ഹദീസുകൾ മനഃപ്പാടമായ പണ്ഡിതൻ. അദ്ദേഹം എന്താണ് ഹൃദിസ്ഥമാക്കിയത്, അതായത് മനഃപ്പാടമാക്കിയതാണ്. അദ്ദേഹം എഴുതാനും വായിക്കാനും അറിയില്ല. അൻ ഫാത്തിമത ബിൻതി ഖൈസിൻ റളിയല്ലാഹു അൻഹാ, സഹാബി വനിതയായ ഫാത്തിമ ബിൻതു ഖൈസ് റളിയല്ലാഹു അൻഹാ ഖാലത്ത് സുഇല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനി സക്കാ, സക്കാത്തിനെ കുറിച്ച് റസൂലുള്ളാഹി ചോദിക്കപ്പെട്ടു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഖാല ഇന്ന ഫിൽ മാലി ലഹഖൻ സിവ സക്കാ. എന്താണ് ഈ ഹദീസിൻ്റെ മത്നിലുള്ള ഇഫ്തിറാബാണ് പഠിക്കുന്നത് കേട്ടോ. എന്താണ് ഹദീസിൻ്റെ ടെക്സ്റ്റിൽ? അതായത് നിശ്ചയമായും സമ്പത്തിൽ സക്കാത്ത് അല്ലാത്ത അവകാശമുണ്ട് എന്ന്. സക്കാത്ത് മാത്രം നിർബന്ധമായും കൊടുത്താൽ ഒക്കെ കഴിഞ്ഞ് വിചാരിക്കേണ്ട, വേറെയും അവകാശങ്ങൾ കൊടുക്കാനുണ്ട് എന്നാണ് ഈ ഹദീസിൻ്റെ ആശയം.
ഇതൊരു റിപ്പോർട്ട് ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്ത പിന്നെ മത്തിന്. ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്തല്ലോ വറവാഹുബ്നു മാജ മിൻ ഹാദൽ വജ്ഹി ബിലഫ്ദിൻ. ഇതേ പരമ്പര വെച്ചുകൊണ്ട് തന്നെ ഇബ്നു മാജയിൽ എന്താ കാണുന്നത്? ലൈസ ഫിൽ മാലി ഹഖ്ഖുൻ സിവ സക്കാ, സക്കാത്ത് ഒഴികെ സമ്പത്തിൽ ഒരു നിർബന്ധ ബാധ്യത വേറെ ഇല്ല. അപ്പം എന്തായി? നേരെ വിപരീതമായ അർത്ഥമാണ്. ഇതിനാണ് എന്ത് മുത്തറിബ് എന്ന് പറയുക. ഇത് ശരിക്കും നമുക്ക് പരസ്പരം കൂട്ടി യോജിപ്പിക്കാൻ പറ്റൂല. അങ്ങനെയാകാം ഇങ്ങനെയാകാൻ പറയാൻ പറ്റൂല. അതായത് ഒരു ഭാഗത്ത് പറയുകയാണ് എന്താണ്, സമ്പത്തിൽ സക്കാത്ത് അല്ലാത്ത അവകാശമുണ്ട്. ഇബ്നു മാജയിലോ സക്കാത്ത് ഒഴികെ ഒരു അവകാശം ഇനി സക്കാത്ത് സമ്പത്തിനില്ല. എന്താണ് ഇമാമിങ്ങൾ പഠിപ്പിക്കുന്നത്? നോക്കൂ നിങ്ങൾ. ഖാല അൽ ഹാഫിദുൽ ഇറാഖി. അൽ ഹാഫിദുൽ ഇറാഖി എന്ന് പറഞ്ഞാൽ അറിയപ്പെട്ട ഒരു പണ്ഡിതനാണ്. അൽ ഇമാം അബ്ദുറഹീം ഇബ്നുൽ ഹുസൈൻ അബുൽ ഫദ്ൽ അൽ ഇറാഖി. ആരുടെ ഉസ്താദാണ്? ഞാൻ മുമ്പൊക്കെ പറഞ്ഞതാണ്. നമ്മൾ പല സംഗതികൾ ഇനി ഒന്ന് റിഫ്രഷ് ചെയ്യേണ്ടതുണ്ട് ഇൻഷാ അല്ലാഹ്. അൽ ഹാഫിദുൽ ഇറാഖി എന്ന് പറഞ്ഞാൽ ഇബ്നു ഹജർ അൽ അസ്ഖലാനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉസ്താദ്. ഫത്ഹുൽ ബാരി എഴുതിയ ഇബ്നു ഹജർ അസ്ഖലാനിയുടെ ഉസ്താദുമാരിൽ വലിയ വലിയ ഉസ്താദുമാരാണ് ഉള്ളത്. ആ ഉസ്താദുമാരിൽ ഏറ്റവും പ്രമുഖനായ ഹദീസ് പണ്ഡിതൻ അൽ ഹാഫിദ് അൽ ഇറാഖി, അൽഫിയ രചിച്ച ഇമാം ഇറാഖി റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം ശരിക്ക് കുർദിസ്ഥാനിക്കാരനാണ്, കുർദിയാണ്. ഹദീസിൻ്റെ വിഷയത്തിൽ അഗാധ പാണ്ഡിത്യമുള്ള വലിയ ഇമാമാണ്. അദ്ദേഹം ഹിജ്റ 806 മരണപ്പെട്ടു. അദ്ദേഹം എഴുതിയൊരു ഗ്രന്ഥമാണ് അൽഫിയ. 1000 വരികളിലൂടെ ഹദീസ്, ഇപ്പോൾ നമ്മൾ 34 വരികളെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, ഇതുവരെ കഴിഞ്ഞിട്ടില്ല. 1000 വരികളിലൂടെ ഹദീസ് നിദാനശാസ്ത്രം ചിട്ടപ്പെടുത്തിയ പണ്ഡിതൻ. അതൊക്കെ വേറെ പല ഇമാമിങ്ങളും ഷർഹ് ചെയ്തിട്ടുണ്ട്. ഇമാം ഇറാഖി തന്നെ പിന്നെ ഷർഹ് ചെയ്തിട്ടുണ്ട്, അത് അച്ചടിക്കപ്പെട്ടിട്ടുണ്ട്. ഷർഹു തബ്സിറ വത്തദ്കിറ. അൽഫിൻ്റെ പേരെന്താണ്? അതായത് അതെ, അൽഫിദ് ഇറാഖി എന്നാണ് എളുപ്പത്തിൽ പറയേണ്ടത്. ശരിക്കുള്ള പേരെന്താണ്? അത്തബ്സിറ വത്തദ്കിറ. നദംതുഹാ തബ്സിറതൻ ലിൽമുബ്തദി വതദ്കിറതൻ ലിൽമുൻതഹി വൽമുസ്നിദി. അൽഫിൽ പറഞ്ഞ വരിയാണിത്. നദംതുഹാ തബ്സിറതൻ ലിൽമുബ്തദി വതദ്കിറതൻ ലിൽമുൻതഹി വൽമുസ്നിദി. ഇങ്ങനെ 1000 വരികളുള്ള കിതാബാണ് അൽഫിയത്തുൽ ഇറാഖി. അതിന് ഷർഹ് മുപ്പർ എഴുതിയിട്ടുണ്ട്. പിന്നെ വേറെ പല പണ്ഡിതന്മാരും ഷർഹ് എഴുതിയിട്ടുണ്ട്. ഇമാം സഖാവിയുടെ ഫത്ഹുൽ മുഗീത്ത് ഏറ്റവും വിലപ്പെട്ട ഷർഹാണ്. പറഞ്ഞു വരുന്നത് എന്താണ്? ഈ അൽ ഹാഫിദുൽ ഇറാഖി റഹ്മത്തുള്ളാഹി അലൈഹി പോലെയുള്ള പണ്ഡിതന്മാരുടെ ശിഷ്യനാണ് ആര്? ഇബ്നു ഹജറിൽ അസ്ഖലാനി. എന്താണ് ഇമാം ഇറാഖി പറഞ്ഞത്? ഫഹാദാ ഇദ്തിറാബുൻ ലാ യഹ്തമിലു തഅവീൽ. ഒരിക്കലും വ്യാഖ്യാനിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഇദ്തിറാബാണ് ഈ ഹദീസിലുള്ളത്. ഇവിടെ പറഞ്ഞത് അത്തബ്സിറ വത്തദ്കിറ. അതായത് ഇമാം ഇറാഖിയുടെ അത്തബ്സിറ തദ്കിറ ശരിക്കും അൽഫീൻ്റെ പേരാണ് കേട്ടോ. ശരിക്കും എഴുതേണ്ടത് എന്താണ്? ഷർഹു തബ്സിറ വത്തദ്കിറ എന്നാണ്. തബ്സിറ തദ്കിറ അൽഫീൻ്റെ പേരാണ്. അൽഫീൻ്റെ ഷർഹ് ആര് എഴുതിയിട്ടുണ്ട്? ഇമാം ഇറാഖി തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇങ്ങനെയുള്ള പല വിഷയങ്ങളും നാം പഠിക്കുന്ന എന്തിനാണ്? ഹദീസിൻ്റെ വിഷയത്തിൽ ന്യൂനതകൾ മനസ്സിലാക്കുവാൻ വേണ്ടി. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ദഅവത്തിന് ധാരാളം ഉപകരിക്കും. ഇനി അടുത്ത ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് 1-2 ക്ലാസ്സുകളിലൂടെ നമ്മുടെ ഈ ഒരു വിഷയം, ഈ ഒരു മത്തിനെ നാം പൂർത്തീകരിക്കും ഇൻഷാ അല്ലാഹ്. അടുത്ത ക്ലാസ്സിൽ നാം പഠിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട വിഷയമാണ് മുദ്രജ്. മുദ്രജ് എന്ന് പറഞ്ഞാൽ സഹോദരന്മാരെ, അതായത് ഒരു ഹദീസ് ഒരു റാവി ഉദ്ധരിക്കും. പക്ഷെ ആ റാവി മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ചില വാക്കുകൾ അമിതമായി അദ്ദേഹം പറയും. അപ്പോൾ ഇത് വായിക്കുന്ന ആൾക്കാർ വിചാരിക്കും ഈ പദവും ഈ ഹദീസിൽ പെട്ടതാണെന്ന്. മനസ്സിലായില്ലേ? അപ്പോൾ അതെന്താണ്? ഒരു പക്ഷേ സഹാബിയുടെ ഫഹമായിരിക്കും, അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കും. അപ്പോൾ സഹാബി മാത്രം മനസ്സിലാക്കിയതാണെങ്കിൽ അത് പ്രമാണമാക്കാൻ പറ്റുമെന്ന വിഷയം പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട്. മനസ്സിലായല്ലോ? അപ്പോൾ ഇൻഷാ അല്ലാഹ് അതിനുള്ള ഉദാഹരണ സഹിതം നാം അടുത്ത ക്ലാസ്സിൽ മുദ്രജായ ഹദീസിനെ കുറിച്ച് ചർച്ച ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരു ഇരുത്തം സാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമുക്കെല്ലാവർക്കും അള്ളാഹുവിൻ്റെ തക്കതായ പ്രതിഫലം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനിയും ഇൽമ് പഠിക്കുവാനും അതനുസരിച്ച് അമൽ ചെയ്യുവാനും അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഈ നാഫിയായ ഇൽമ് മറ്റുള്ള ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാനും പ്രബോധനം നടത്തുവാനും അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഇഗ്ഫിർ ലനാ വർഹംനാ വതുബ് അലൈനാ വവഫിഖ്നാ ലിൽ ഖൈറാത്തി യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ ഇഗ്ഫിർ ലിമൗതാനാ
وارحمهم برحمتك يا أرحم الراحمين. وصلى الله وسلم على نبينا ورسولنا محمد وعلى آله وصحبه أجمعين. والسلام عليكم ورحمة الله وبركاته.